തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ പന്നിയൻ രവീന്ദ്രന്റെ വിജയത്തിനായി അണിനിരന്ന പ്രവർത്തകരും നേതാക്കളും പുത്തരിക്കണ്ടം മൈതാനിയിൽ നടന്ന തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP ആണെന്ന് കേരളത്തിലും തെളിയുകയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ ഇടതു സ്ഥാനാർത്ഥി പന്നിയൻ രവീന്ദ്രൻ ഒന്നാം ഘട്ട പ്രവർത്തനം പൂർത്തിയാക്കി രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നു കഴിഞ്ഞു. ആവേശം ചോരാതെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിലും പങ്കെടുത്തത് ആയിരങ്ങളാണ്. കൺവെൻഷൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. ഞാൻ വേണമെങ്കിൽ BJP ആവും, അതാരും ചോദ്യം ചെയ്യേണ്ടതില്ല എന്നല്ലേ ചോദിച്ചത്. അത് KPCC പ്രസിഡൻ്റായിരിക്കുന്നയാളുടെ ഭാഗത്തുനിന്നല്ലേ അങ്ങനെ ചോദ്യം വന്ന്. എന്തായി ഇപ്പോൾ? IT സെൽ സെക്രട്ടറി നേരത്തെ പോയി. ഇപ്പോൾ അതാ വേറൊരു പ്രധാനി അച്ഛൻ്റെ മോള് പോയിരിക്കുന്നു. രണ്ട് കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളുടെ മക്കളാണല്ലോ ഇപ്പോൾ BJPയിൽ എത്തിയിട്ടുള്ളത്. ഇനി എത്ര പേര് എത്താനുണ്ട്? ഏതെല്ലാം ആളുകൾ ഈ വിലപേശി ഉറപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്? ആർക്കറിയാം? പല വിവരങ്ങളുമല്ലേ പുറത്തു വരുന്നത്. അത് ചിലത് BJP നേതാക്കൾ തന്നെ പറയുന്നുണ്ട്, ഇതോടുകൂടി അവസാനിക്കുന്നില്ല, ഞങ്ങളുമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ധാരാളം ആളുകളുണ്ടെന്നല്ലേ പറയുന്നത്. ആരെ വിശ്വസിക്കും? കോൺഗ്രസ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നയാൾ ഇന്ന് കോൺഗ്രസ്സായി നിൽക്കുന്നു, നാളെ കോൺഗ്രസ് ആയിരിക്കും എന്നതിന് എന്താ ഉറപ്പ്? CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അടക്കമുള്ള ഇടതുമുന്നണി നേതാക്കൾ യോഗത്തിൽ പ്രസംഗിച്ചു. പന്നിയൻ രവീന്ദ്രന്റെ വിജയത്തിനായി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒന്നിച്ച് നേതാക്കൾ വേദിയിൽ അണിനിരന്നതോടെ പ്രവർത്തകർക്കും ആവേശം. മന്ത്രിമാരടക്കം തലസ്ഥാന ജില്ലയിലെയും സംസ്ഥാനത്തെയും ഇടതുമുന്നണി നേതാക്കളാണ് കൺവെൻഷനിൽ പങ്കെടുത്തത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.